10 പേരെ സ്വർഗം കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ വാർത്ത അറിയിച്ചല്ലോ. അശറത്തുൽ മുബശ്ശരീങ്ങൾ. ഈ 10 പേരുടെ പ്രത്യേകത എന്താണെന്നറിയോ? പല സ്വഭാവക്കാരുണ്ട്. ധീരനായ ഉമറുണ്ട്, വിനയാന്യതനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുണ്ട്, പച്ചപ്പാവമായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഉണ്ട്, പുലിക്കുട്ടിയായ അലിയുണ്ട്, പ്രിയപ്പെട്ടവരെ സമ്പന്നനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഉണ്ട്, സഈദ് ഉണ്ട്, അബൂ തൽഹയുണ്ട്. മഹാന്മാരായ സഹാബാക്കളിൽ അശറത്തുൽ മുബശ്ശരീങ്ങളായ 10 പേരുടെ ചരിത്രമെടുത്ത് താരീഖ് എടുത്ത് പരിശോധിച്ചാൽ ഇവർ ഒരുമിച്ച് എല്ലാ വിഷയങ്ങളിലും പല ഭിന്നതകൾ, അവർക്ക് ശാരീരികവും വൈകാരികവുമായ ഭിന്നതകൾ ഉണ്ടെങ്കിൽ, ചിലർക്ക് പൊക്കം കുറവ്, ചിലർക്ക് പൊക്കം കൂടുതൽ, ചിലർക്ക് വെളുപ്പ്, ചിലർക്ക് കറുപ്പ്, ചിലർ തടിച്ചിട്ട്, ചിലർ മെലിഞ്ഞിട്ട്, ചിലർക്ക് ചൂടാണ് ഇഷ്ടം, ചിലർക്ക് തണുപ്പാണ് ഇഷ്ടം, ചിലർക്ക് ഭക്ഷണത്തിൽ തന്നെ വ്യത്യാസമുണ്ട്. ഈ 10 പേരുടെയും ജീവിതത്തിൽ ഒരുപോലെ മുന്നോട്ട് നീങ്ങുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, അത് കരച്ചിലാണ്. അത് കരച്ചിലാണ്. ആരായി കരയുന്നത്? സ്വർഗത്തിന്റെ പാസ് വാങ്ങി കയ്യിൽ വെക്കുന്ന 10 പേര് മുഖത്ത് നോക്കിയിട്ട് അംദഫിൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗമുണ്ട്, സ്വർഗമുണ്ടെന്ന് സ്വർഗത്തിന്റെ താക്കോൽ സൂക്ഷിപ്പുകാരനായ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ട് പോലും 2 പാദങ്ങളും സ്വർഗത്തിൽ ഊന്നുന്നതുവരെ എനിക്ക് സമാധാനമില്ല എന്ന് പറയുന്ന നിലയിൽ അവർക്ക് കരച്ചിലായിരുന്നു ജീവിതത്തിലെങ്കിൽ. അല്ലാഹ് ചിരിപ്പിക്കും, കരയിപ്പിക്കും. അല്ലാഹ് മരിപ്പിക്കും, ജീവിപ്പിക്കും.